നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഏറിയ പ്രതീക്ഷ വച്ചു പുലർത്തിയ NDAക്ക് കനത്ത തിരിച്ചടിയായി തെരഞ്ഞെടുപ്പ് ഫലം. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ലെന്നു മാത്രമല്ല, 2020 8 സീറ്റുകളുണ്ടായിരുന്ന നഗരസഭയിൽ ഇക്കുറി 6 സീറ്റായി ചുരുങ്ങി. പൊർത്തിശ്ശേരി മേഖലയിൽ വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് 2020 ലഭിച്ച 5 സീറ്റ് നിലനിർത്താനായില്ല. ഇക്കുറി ലഭിച്ചത് 3 സീറ്റുകൾ മാത്രം. പതിറ്റാണ്ടുകളായി BJPയുടെ ശക്തി കേന്ദ്രമായിരുന്ന നമ്പ്യങ്കാവ് വാർഡിൽ CC ഷിബിൻ 62 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത് BJPക്കേറ്റ കനത്ത ക്ഷീണമായി. മാപ്രാണം വാർഡിൽ BJP മണ്ഡലം പ്രസിഡന്റും നിലവിലെ കൌൺസിലറുമായ ആർച്ച അനീഷ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ UDFിലെ ബൈജു കുറ്റിക്കാടിനോട് 224 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. പുറത്താട് വാർഡിലെ നിലവിലെ കൌൺസിലർ മായ അജയൻ 212 വോട്ടുകൾക്കാണ് LDFിലെ വിഷ്ണു പ്രഭാകരനോട് പരാജയപ്പെടുന്നത്. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ ആദ്യ പരാതിക്കാരനായ MV സുരേഷ് ബാങ്ക് പരിധിയിലെ ബ്ലോക്ക് ഓഫീസ് വാർഡിൽ നിന്നും മത്സരിച്ചെങ്കിലും 3ാം സ്ഥാനത്ത് എത്തുവാനേ കഴിഞ്ഞുള്ളൂ. ഇവിടെ നിന്നും LDFിലെ PM നന്ദുലാലാണ് വിജയം കണ്ടെത്തിയത്. പൊർത്തിശ്ശേരി മേഖലയിലെ 20 വാർഡുകളിൽ 11 വാർഡുകൾ നേടി LDFും വിമത സ്ഥാനാർത്ഥിയടക്കം 7 വാർഡുകൾ നേടി UDFും മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ 3 സീറ്റുകളിൽ ഒതുങ്ങുകയായിരുന്നു NDA സഖ്യം. പഴയ നഗരസഭാ പ്രദേശത്ത് 3 വാർഡുകൾ നിലനിർത്തുവാനായതാണ് NDAക്ക് ഏക ആശ്വാസം നൽകുന്നത്. കണ്ടേശ്വരം വാർഡ് പ്രവീൺസ് ഞാറ്റുവെട്ടിയിലൂടെ UDF പിടിച്ചെടുത്തപ്പോൾ കൊരുമ്പശ്ശേരി വാർഡ് ആര്യ സുമേഷിലൂടെ പിടിച്ചെടുക്കാനായത് NDAക്ക് ആശ്വാസമായി. അതേസമയം BJP പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ കാരുകുളങ്ങര വാർഡിൽ നിന്നും UDFിലെ സുജ സഞ്ജീവ് കുമാറിനോട് 33 വോട്ടുകൾക്ക് പരാജയപ്പെട്ടതും കൌൺസിലറായിരുന്ന അമ്പിളി ജയന് പൂച്ചുകുളം വാർഡിലുണ്ടായിരുന്ന പരാജയവും കനത്ത തിരിച്ചടിയായി. പഴയ നഗരസഭാ പ്രദേശത്ത് UDF 17 സീറ്റുകൾ നേടി നടത്തിയ തേരോട്ടത്തിൽ LDFിനും NDAക്കും പിടിച്ചു നിൽക്കാനായില്ല. LDFിന് 2ഉം NDAക്ക് 3ഉം സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ ഉണ്ടാക്കിയ മുന്നേറ്റം നിലനിർത്താൻ കഴിയാതിരുന്നത് BJPക്കകത്ത് കൂടുതൽ ചർച്ചകൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വഴിവെക്കും. കാറളം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിലുണ്ടായ സംഘർഷം 2 കേസുകൾ രജിസ്റ്റർ ചെയ്ത് പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. കാറളം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് BJP നടത്തിയ പ്രകടനത്തിനിടയിലാണ് സംഘർഷമുണ്ടായത്. ആഹ്ലാദ പ്രകടനത്തിനിടയിൽ കാറളം ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം വെച്ച് പുതിയ മഠത്തിൽ ദീപേഷിനെ മർദ്ദിച്ച സംഭവത്തിലും ദീപേഷിനെ മർദ്ദിച്ച വൈരാഗ്യത്തിൽ കാറളം വിളയാട്ട് വീട്ടിൽ ഷിബുവിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. വിഷ്ണുവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ സംഭവസ്ഥലത്തു നിന്നും വിളയാട്ട് വീട്ടിൽ ഷിബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കാറളം പുതിയ മഠത്തിൽ ദീപേഷിനെ മർദ്ദിച്ച കേസിൽ പള്ളം സ്വദേശി അയ്യര് വീട്ടിൽ വിഷ്ണുവിനെ പ്രതിയാക്കി കാട്ടൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതി വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണ്. കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകളും ഇരിങ്ങാലക്കുട DYSP ഷാജു CLന്റെ നേതൃത്വത്തിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബൈജു KC അന്വേഷിക്കുന്നത്. കാറളം പഞ്ചായത്തിലെ BJPയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടയിലേക്ക് CPIM DYFI പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് BJP മണ്ഡലം നേതൃത്വയോഗം ആവശ്യപ്പെട്ടു. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ശക്തികൾക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, കൃപേഷ് ചെമ്മണ്ട, മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട്, VC രമേശ്, ജില്ലാ സെക്രട്ടറി ഷാംജി മാടത്തിങ്കൽ, മണ്ഡലം ഭാരവാഹികളായ അജയൻ തറയിൽ, രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ, കാറളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രിയ അനിൽ എന്നിവർ പ്രസംഗിച്ചു. കൊലപാതക കേസ് പ്രതികളെ ഉപയോഗപ്പെടുത്തി കാറളത്തെ സമാധാന അന്തരീക്ഷം തകർക്കുവാനാണ് BJPയുടെ നീക്കമെന്ന് CPIM കാറളം ലോക്കൽ കമ്മിറ്റി പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. പൊതുമൈതാനിയിൽ കളിച്ചുകൊണ്ടിരുന്ന DYFI പ്രവർത്തകരെ പ്രകോപനമില്ലാതെ ആക്രമിക്കുകയായിരുന്നു. ക്രിമിനലുകളെ ഉപയോഗപ്പെടുത്തി
CPIM പ്രവർത്തകരെ ആക്രമിച്ച് കേരളത്തെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ ശ്രമിക്കുന്ന BJP നിലപാടിൽ CPIM കാറം ലോക്കൽ കമ്മിറ്റി യോഗം പ്രതിഷേധിച്ചു. പൂമംഗലം ഗ്രാമപഞ്ചായത്തിലെ LDF വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDF പ്രവർത്തകർ പ്രകടനം നടത്തി. പ്രകടനത്തിന് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി V. ജിനരാജദാസ്, KS തമ്പി, ER വിനോദ്, കവിത സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. സ്വജന സമുദായ സഭ ഇരിങ്ങാലക്കുട പുല്ലൂർ ശാഖ വാർഷിക സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാജൻ ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് VV ബിനോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK വിശ്വംഭരൻ മുഖ്യാതിഥിയായിരുന്നു. ബോധവൽക്കരണ ക്ലാസിന് സിവിൽ പോലീസ് ഓഫീസർ മണി നേതൃത്വം നൽകി. സജിത് KV സ്വാഗതവും സ്മിത് G കുമാർ AK നന്ദിയും പറഞ്ഞു. ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഏകദേശം 12 വർഷം മുമ്പത്തെ കാര്യം പറയുന്നു കേട്ടോ. അന്നത്തെ കാലത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു 9-ന് മേലുള്ള 9ാം ക്ലാസ്സിന് മേലുള്ള കുട്ടികൾക്ക് മാത്രമേ ഞാൻ ക്ലാസ് എടുക്കാറുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ പ്രിൻസിപ്പളോട് പറയും സ്കൂളില് അവരെ ഇരുത്തിയാൽ മതി ടീച്ചറെ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പോ ഞാൻ പറയാറ് പറ്റുമെങ്കിൽ 1ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളെ ഇരുത്താൻ പറ്റുമെങ്കിൽ ഇരുത്തിക്കോ. കാരണം നമ്മുടെ കൊച്ചുമക്കൾ ഞങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെ ഡിറ്റക്ട് ചെയ്ത കേസുകളില് 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഇതിന്റെ എഡിഷന്റെ ഭാഗമായിട്ട് അറിയാതെ ബന്ധപ്പെട്ടുള്ള മക്കളുണ്ട് കേട്ടോ. 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ ഇത്ര പ്രായമുള്ളൂ. ഒരു 10, 11, 12 വയസ്സിലേക്കുള്ള കുട്ടികൾ ഇതറിയാതെ ഇതിലേക്ക് വന്ന് ചാടിപ്പെട്ട കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും പലപ്പോഴും വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മിക്ക വീടുകളിലും ഇപ്പൊ 2 മക്കളേ ഉള്ളൂ. ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി, അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ 2 ആൺകുട്ടികൾ അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ. ഇങ്ങനെയുള്ള മക്കളുള്ള അച്ഛനമ്മമാര് സ്റ്റേഷനിൽ വന്നിരുന്നിട്ട് പലപ്പോഴും സങ്കടങ്ങൾ പറയും. അവർ കരയുകയും അതേപോലെ തന്നെ അവർ നിവൃത്തിക്കാണ്ട് ഞങ്ങളോട് പല വിഷമങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്യും. അത് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഇതനുസരിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അച്ഛനമ്മമാര് പറയാറ് സാറേ അറിഞ്ഞില്ല സാറേ, അവരുടെ ഇത്ര പ്രവർത്തികൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇത് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ നെഞ്ചിൽ വളർന്ന നമ്മുടെ കൊച്ചുമക്കള്, നമ്മുടെ എന്താ പറയാ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച നമ്മുടെ കൊച്ചുമക്കള് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോകും അല്ലെങ്കിൽ ഇവർക്ക് ഇതിലേക്ക് ആക്ടിവിറ്റീസിലേക്ക് വന്നു ചേരുമെന്ന് ഒരു അച്ഛനമ്മമാർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇരിങ്ങാലക്കുട നാദോപാസന സംഗീത സഭയുടെ പ്രഥമ മാർഗഴി സംഗീതോത്സവത്തിൽ പോളി വർഗീസ് ആസ്ട്രേലിയയും സംഘവും നയിച്ച ഹിന്ദുസ്ഥാനി കച്ചേരി അരങ്ങേറി.
നമ്പ്യാർവീട്ടിൽ ഇന്ദിര അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. നമ്പ്യാർവീട്ടിൽ വിശ്വനാഥ മേനോൻ സഹോദരനാണ്. പൂവത്തുശ്ശേരി ഓലനാട് മനയിൽ പരമേശ്വരൻ നമ്പൂതിരി ഇരിങ്ങാലക്കുട ചേലൂരിലുള്ള വസതിയിൽ വെച്ച് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പരേതയായ പാർവതി അന്തർജനം ഭാര്യയും ശ്രീകുമാർ, നന്ദൻ, ദേവകി, പ്രസന്ന എന്നിവർ മക്കളുമാണ്. സുധ, രമ്യ, ഘണ്യ നമ്പൂതിരി, ശങ്കരൻ നമ്പൂതിരി എന്നിവർ മരുമക്കളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.